അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഫാത്തായ അംബിയ ഔലിയാക്കളെ സംബന്ധിച്ച് പല വികലമായ തൗഹീദിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വിഭാഗമാണ് ഇസ്തിഗാസവാദികൾ. അവർ വാദിക്കുന്നത് അംബിയ ഔലിയാക്കളുടെ മരണജീവിത വ്യത്യാസമില്ലാതെ തന്നെ അവർക്കെല്ലാ കാര്യങ്ങളും അറിയുവാനും കാണുവാനും കേൾക്കുവാനുമൊക്കെ സാധിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും എന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വികലമായ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദ്. അതിന് ചില ആയത്തുകൾ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ആധികാരികമായ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു വിഷയാവതരണം ആരംഭിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ മാഇദയിലെ 109-ാമത്തെ ആയത്താണ് യൗമ യജ്മഉല്ലാഹുർ റസൂല ഫയഖൂലു മാദാ ഉജിബ്തും ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അതായത് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലുകളെ, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടുകയും അവരോട് ചോദിക്കുകയും ചെയ്യും, മാദാ ഉജിബ്തും, നിങ്ങൾക്ക് നൽകപ്പെട്ട ഉത്തരം എപ്രകാരമാകുന്നു? നിങ്ങളുടെ ജനത എങ്ങനെയാണ്, എപ്രകാരമാണ് നിങ്ങളോട് പ്രതികരിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ അമ്പിയാക്കൾ പറയും, ഖാലൂ ലാ ഇൽമ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്കൊരു ഇൽമുമില്ല, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ നീ മാത്രമാകുന്നു റബ്ബേ എന്ന് അമ്പിയാക്കൾ പറയും. അപ്പോൾ എന്താണ് ലാ ഇൽമ ലനാ, ഞങ്ങൾക്കൊരു ഇൽമുമില്ല റബ്ബേ, എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ നീ മാത്രമാണ് എന്ന ഈ സംസാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണല്ലോ ഇമാം ഫഖ്റുദ്ദീൻ റാസി. ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ 12-ാം വാള്യം ഇവിടെ കൃത്യമായി ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ വന്ന ഏറ്റവും പ്രബലമായ വ്യാഖ്യാനം ഇമാം റാസി വിശദീകരിക്കുകയാണ്. എന്താണ് ഖാലൂ ലാ ഇൽമ ലനാ, ഞങ്ങൾക്കൊരു ഇൽമുമില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം റാസി പറയുന്നു, അതായത് 1-ാമത്തെയും 2-ാമത്തെയും വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് അത് ദുർബലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ് വൽ വജ്ഹു സാലിസ്, 3-ാമത്തെ വ്യാഖ്യാനം ഫിൽ ജവാബി വഹുവൽ അസ്ഹഹ് വഹുവ അല്ലദി ഇഖ്താറഹു ഇബ്നു അബ്ബാസ്, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പോലുള്ള നമ്മുടെ പൂർവ്വ സൂരികളായ സലഫുകൾ തെരഞ്ഞെടുത്ത അഭിപ്രായം എന്താണ്? ഇന്നഹും ഇന്നമാ ഖാലൂ ലാ ഇൽമ ലനാ ലിഅന്നക തഅലമു മാ അദ്ഹറു വമാ അദ്മറു വനഹ്നു ലാ നഅലമു ഇല്ലാ മാ അദ്ഹറു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നൽകിയ വ്യാഖ്യാനമാണ് ഇമാം റാസി ഇവിടെ ഉദ്ധരിക്കുന്നത്. അതായത് ആയത്തിന് വിവക്ഷ എന്താണ്? ഇന്നഹും ഇന്നമാ ഖാലൂ ലാ ഇൽമ ലനാ ലിഅന്നക തഅലമു മാ അദ്ഹറു വമാ അദ്മറു, അതായത് ഞങ്ങൾക്കൊരു ഇൽമുമില്ല എന്ന് അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് അല്ലാഹുവേ നമ്മുടെ ജനത അവർ വെളിപ്പെടുത്തിയതും അതേപോലെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും നീ അറിയുന്നു, ഞങ്ങൾക്കാകട്ടെ വനഹ്നു ലാ നഅലമു ഇല്ലാ മാ അദ്ഹറു, അതായത് ഞങ്ങളുടെ ജനത അവർ വെളിപ്പെടുത്തിയത്, പുറമേക്ക് അവർ വെളിപ്പെടുത്തിയ, അവർ പ്രകടമാക്കിയ കാര്യം മാത്രമേ ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അവരുടെ മനസ്സിലെന്താണ് ഉള്ളത്, മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെച്ച ഗോപ്യമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല റബ്ബേ എന്നാണ് ഒരു വിശദീകരണം. വഹുവൽ അസഹു, ഏറ്റവും സഹീഹായ ജവാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി ഉദ്ധരിച്ച വ്യാഖ്യാനമാണത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ അമ്പിയാക്കൾക്ക് അവരുടെ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല എന്ന തൗഹീദാണ് പഠിപ്പിക്കുന്നത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്.
അതേപോലെ തന്നെ നാലാമത്തെ വ്യാഖ്യാനം കൂടി നമുക്ക് വായിക്കാം. ഇമാം റാസി പറയുന്നു, വൽ വജ്ഹുർ റാബിഉ ഫിൽ ജവാബി അന്നഹും ഖാലു ലാ ഇൽമ ലനാ ഇല്ലാ അൻ അലിംനാ ജവാബഹും ലനാ വഖ്ത ഹയാതിനാ വലാ നഅലമു മാ കാന മിൻഹും ബഅദ വഫാതിനാ. അതായത് അവരുടെ പ്രതികരണം, നമ്മുടെ ജനങ്ങളുടെ പ്രതികരണവും അവരുടെ ഉത്തരവുമൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, വഖ്ത ഹയാതിന. പക്ഷേ അവരിൽ നിന്ന് നമ്മുടെ ജനങ്ങൾ എന്തെല്ലാം പ്രതികരിച്ചു, അവർ നമ്മുടെ പ്രബോധനം സ്വീകരിച്ചിട്ടുണ്ടോ, അവർ തൗഹീദ് സ്വീകരിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് മരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വലാ നഅലമു മാ കാന മിൻഹും ബഅദ വഫാതിന. ഞങ്ങളുടെ വഫാത്തിന് ശേഷം അവരിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഫലിഹാദൽ മഅന ഖാലു ലാ ഇൽമ ലനാ. ഈ ഒരു അർത്ഥപ്രകാരമാണ് പ്രവാചകന്മാർ ഞങ്ങൾക്കൊരു അറിവുമില്ല എന്ന് പറഞ്ഞത്. വഖൗലുഹു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് യശ്ഹദു ബിസിഹ്ഹതി ഹാദൈനിൽ ജവാബൈൻ. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും സഹീഹാണെന്ന് അറിയിക്കുന്ന ആയത്താണ് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അതായത് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ നീ മാത്രമാണ് എന്ന ഈ വാചകം യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ശരിയാണെന്നതിന് സാക്ഷിയാകുന്നു. സഹോദരന്മാരെ, ഇവിടെ അമ്പിയാക്കളുടെയും അതേപോലെ ഔലിയാക്കളുടെയും മരണജീവിതം വ്യത്യാസമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുവാനും കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കും എന്നാണ് ഇസ്തിഗാസവാദികൾ പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു അബദ്ധജടിലമായ ശിർക്കിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇസ്തിഗാസ ചെയ്യുന്നത്, മഹാന്മാരിൽ നിന്ന് അവർ സഹായം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. അംബിയ ഔലിയാക്കളുടെ ഹയാത്തും വഫാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവിതകാലത്ത് എന്തൊക്കെ അവരുടെ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ അവർ പ്രതികരിച്ചു, അതിനെ സംബന്ധിച്ച് അവർക്കറിയാമായിരുന്നു. അവരുടെ കൺമുമ്പിൽ എന്താ കണ്ടത് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങൾ, അവർ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ, അതേപോലെ അമ്പിയാക്കളുടെ വഫാത്തിന് ശേഷം ജനങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും അമ്പിയാക്കൾക്ക് അതിനെക്കുറിച്ചൊരു അറിവുമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേപോലെ ഇതേ വിഷയം തന്നെ സൂറത്തുൽ മാഇദയിലെ 117-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് വിഷയം? ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. എന്നെയും എൻ്റെ ഉമ്മയെയും മാതാവിനെയും അള്ളാഹുവിനെ കൂടാതെ രണ്ട് ഇലാഹുകളാക്കി മാറ്റണമെന്ന് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ ഇഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും. അതായത് അള്ളാഹുവേ, നീ എനിക്ക് കൽപ്പിച്ചു തന്ന കാര്യം മാത്രമാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. നീ എനിക്ക് കൽപ്പിച്ചു തന്ന നിർദ്ദേശം നൽകിയ കാര്യമല്ലാതെ അവർക്ക് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്താണ് അള്ളാഹു കൽപ്പിച്ച കാര്യം? അൻ ഇഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും. എന്റെയും നിങ്ങളെയും രക്ഷിതാവായ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇതാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അവര് ധിക്കരിച്ചു കളഞ്ഞു. അവർ എന്നെയും എൻ്റെ ഉമ്മയെയും മാതാവിനെയും ഇലാഹാക്കി മാറ്റി. എൻ്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു. എന്നിട്ട് ഈസ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഈസ നബി അലൈഹിസ്സലാം പറയും, വകുന്തു അലൈഹിം. ഇതാണ് നമ്മുടെ വിഷയം. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അതായത് അല്ലാഹുവേ, അവർക്കിടയിൽ ഉണ്ടായ സമയത്ത് ഞാൻ അവരെ സംബന്ധിച്ച് സാക്ഷിയായിരുന്നു. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി, നീ എന്നെ മരിപ്പിച്ചതിന് ശേഷം കുൻത അൻത റഖീബ അലൈഹിം, നീ ആയിരുന്നു റബ്ബേ അവരുടെ മേലെ നിരീക്ഷകൻ, നീ മാത്രമായിരുന്നു. കുൻത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാത്തിനും സാക്ഷി നീ മാത്രമാകുന്നു റബ്ബേ. അപ്പോൾ എന്താണ് ഈ ആയത്തിന്റെ വിവക്ഷ? മഹത്തുക്കളായ തഫ്സീർ പണ്ഡിതന്മാരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖുൽ മുഫസ്സിരീൻ, റഈസുൽ മുഫസ്സിരീൻ ഇമാം തബരിയുടെ തഫ്സീറിന്റെ കിതാബാണ് ഇവിടെ കാണുന്നത്. ഇതിൽ 5-ാം വാള്യം 139-ാമത്തെ പേജിൽ
മഹാനായ ഇമാം തബരി പറഞ്ഞു, യഖൂലു വകുൻതു അലാ മാ യഫ്അലൂനഹു വഅന ബൈന അദ്ഹുരിഹിം ഷാഹിദൻ അലൈഹിം വഅലാ അഫ്ആലിഹിം വഅഖ്വാലിഹിം. അതായത് അവർക്കിടയിൽ ഞാൻ ഉണ്ടായ സമയത്ത്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പ്രവർത്തികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ സംസാരത്തെക്കുറിച്ചുമൊക്കെ ഞാൻ സാക്ഷിയായിരുന്നു റബ്ബേ. ഫലമ്മാ തവഫൈതനി യഖൂലു ഫലമ്മാ ഖബദ്തനി ഇലൈക, നിന്നിലേക്ക് എന്നെ നീ പിടിച്ച് നീ ഉയർത്തിയപ്പോൾ അല്ലെങ്കിൽ മരിപ്പിച്ചപ്പോൾ കുൻത അൻത റഖീബ അലൈഹിം. എന്താ അതിൻ്റെ അർത്ഥം? ഇമാം തബരി പറഞ്ഞു, യഖൂലു കുൻത അൻതൽ ഹഫീദ അലൈഹിം ദൂനി ലിഅന്നി ഇന്നമാ ശഹിദ്തു മിൻ അഅമാലിഹിം മാ അമിലൂഹു വഅനാ ബൈന അദ്ഹുരിഹിം. നീ മാത്രമാണ് നിരീക്ഷകൻ റബ്ബേ. കാരണം അവർക്കിടയിൽ ഞാൻ ഉണ്ടായ സമയത്ത്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ്. പക്ഷെ എൻ്റെ മരണശേഷം നീയാണ് എല്ലാം അറിയുന്നവൻ, നീയാണ് എല്ലാം നിരീക്ഷിച്ചവൻ. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദ്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇമാം തബരി വീണ്ടും പറഞ്ഞു, യഖൂലു വഅൻത തശ്ഹദു അലാ കുല്ലി ഷൈ. എല്ലാ കാര്യവും വീക്ഷിക്കുന്നവൻ നീ മാത്രമാണ് റബ്ബേ, എല്ലാത്തിനും സാക്ഷിയായവൻ നീ മാത്രമാണ്. ലിഅന്നഹു ലാ യഖ്ഫാ അലൈക ഷൈ. നിനക്കൊരു കാര്യവും മറന്നതല്ലല്ലോ, എല്ലാ കാര്യവും നീ കാണുന്നുണ്ട്. വഅമ്മ അന, ഞാനാകട്ടെ ഫഇന്നമാ ശഹിദ്തു ബഅദൽ അഷ്യാ, ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ചില കാര്യങ്ങൾ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ സാക്ഷിയായിട്ടുള്ളത്. വദാലിക മാ ആയൻതു വഅന മുഖീമുൻ ബൈന അദ്ഹുരിൽ ഖൗം. ജനങ്ങൾക്കിടയിൽ ഞാൻ മുഖീമായ, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാര്യം മാത്രമാണ് എനിക്ക്, അതിനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റൂ. ഫഇന്നമാ അന അശ്ഹദു അലാ ദാലിക അല്ലദീ ആയൻതു വറഅയ്തു വശഹിദ്തു. അതായത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ, ഞാൻ നേർക്ക് നേരെ അനുഭവിച്ച കാര്യം മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കൂ, അതിനെക്കുറിച്ച് ഞാൻ സാക്ഷി പറയും. പക്ഷേ എൻ്റെ വഫാത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് നീ മാത്രമാണ് അറിയുന്നവൻ റബ്ബേ. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ. അതായത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മരണജീവിത വ്യത്യാസമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്കറിഞ്ഞ കാര്യം വഫാത്തിന് ശേഷം അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് വഫാത്തിന് ശേഷം അവരുടെ ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇവിടെ ഇസ്തിഗാസവാദികൾ പഠിപ്പിക്കുന്ന തൗഹീദ്, ഇസ്തിഗാസവാദികൾ പഠിപ്പിക്കുന്ന അഖീദ ഒന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അഖീദ വേറൊന്നുമാണ് നാം മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഖുർആനിന് ഈ പറഞ്ഞ തൗഹീദിനെ എത്ര ഘടകവിരുദ്ധമായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞാൻ നിങ്ങളെ കൽബകം എന്നവർ എന്നല്ല ഇവർ പഠിപ്പിക്കുന്നത്. ഇത് ശിർക്കല്ലേ? ഖുർആൻ പഠിപ്പിച്ച തൗഹീദിന് എതിരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്തിഗാസന്റെ പേരും പറഞ്ഞ് ഇവര് നിർമ്മിച്ചുണ്ടാക്കിയ വിശ്വാസം തൗഹീദിനെതിരാണ്. അത് ശിർക്കിയായ വിശ്വാസമാണ്. എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും അള്ളാഹു മാത്രമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഔലിയാക്കൾ, മരിച്ചുപോയ മഹത്തുക്കൾ അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്നിവർ പഠിപ്പിക്കുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വെളിച്ചം നമ്മുടെ സഹോദരന്മാർക്ക് നൽകുമാറാകട്ടെ. മുവഹിദുകളായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശിർക്കിയായ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനും ശുദ്ധ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.